ഹലോ ഗൈസ്, ഇന്ന് ജൂൺ 1. ജൂൺ 1 മെയ് 1 മലയാറ്റൂർ പോയ വിശേഷങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് ഓർത്തത്. എന്നാൽ പിന്നെ നമുക്ക് ആ വിശേഷങ്ങൾ കണ്ടാലോ? ഞങ്ങൾ 5 പേരും പിന്നെ അമ്മയുടെ അമ്മയും കൂടിയാണ് ഈ പ്രാവശ്യം മലയാറ്റൂർക്ക് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ 5 പേരാണ് പോവാറ്. ഈ പ്രാവശ്യം മമ്മി കൂടി വന്നു. മമ്മി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒന്ന് ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങിയായിരുന്നു. പിന്നെ ഇത് കാലടി പാലാണ്. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂരെത്തിയപ്പോൾ ഒരു നല്ല കാലാവസ്ഥയായിരുന്നു. കാരണം ഞങ്ങൾ ഉച്ചയോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വൈകിട്ട് മല കയറാമെന്ന ഐഡിയയിലാണ് ഉച്ചയ്ക്ക് ഇറങ്ങിയത്. ഞങ്ങൾ ചെന്നപ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മല കയറി തുടങ്ങിയപ്പോൾ ഒരു മഴ ഞങ്ങളെ ചതിച്ചായിരുന്നു. വെയിൽ കൊള്ളാണ്ട് കയറാലോ എന്ന് വിചാരിച്ചാണ് വൈകിട്ട് പോയത്. അപ്പോൾ ഒരു മഴ വന്ന് ചതിച്ചെങ്കിലും ഞങ്ങൾ അതൊക്കെ തരണം ചെയ്ത് മുത്തപ്പൻ്റെ നടയിൽ എത്തിയിട്ടോ. പക്ഷെ ഞങ്ങൾ 5 പേരെ മല മൊത്തം കയറി മുത്തപ്പൻ്റെ നടയിൽ ചെന്നുള്ളൂ. കാരണം മമ്മിക്ക് കാല് വയ്യാത്തതാണ്. അതുകൊണ്ട് മമ്മിക്ക് പറ്റുന്നത്രയും കയറിയിട്ട് തിരിച്ചു പോയി വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ തന്നെയായിരുന്നു പ്ലാൻ. അപ്പോൾ അതുപോലെ തന്നെ മമ്മി പോയത്രയും പോയി. അത് കഴിഞ്ഞ് തിരിച്ചു പോയി ഇരിക്കുകയാണ് ചെയ്തത്. ഞങ്ങളങ്ങനെ ഒരു 6 മണിയോടെ മേളിലെത്തി. അപ്പോൾ മേളിൽ ചെന്നപ്പോഴാണെങ്കിലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം മഴ പെയ്തുള്ളൂ. പിന്നെ അങ്ങ് നല്ല കാലാവസ്ഥയായിരുന്നു. മേളിൽ ചെന്നിട്ടുള്ള വ്യൂ ഒക്കെയാണ് ഈ കാണുന്നത്. അത് അടിപൊളിയാണെന്ന് മലയാറ്റൂർ പോയവർക്ക് അറിയായിരിക്കും. മുത്തപ്പനെ കാണുകയും ചെയ്യാം, ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാലോ. അപ്പോൾ ഞങ്ങൾ കയറിയതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ ഒരു ക്ഷീണത്തിൽ കുറച്ച് നേരം ഇരിക്കണമല്ലോ. നമ്മൾ മലമുകളിൽ കയറുന്നത് അത്ര നിസ്സാരമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് വയ്യാത്ത ഒരു സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് കൂടിയായിരുന്നു. ഞങ്ങൾക്ക് പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. വയ്യെങ്കിലും എല്ലാ വർഷം പോകുന്നതാണല്ലോ എന്ന് വിചാരിച്ച് മുത്തപ്പൻ്റെ നടയിൽ പോയതാണേ. അപ്പോൾ വയ്യാത്ത സാഹചര്യത്തിലും പോയതിന് ആരും കുറ്റവും കുറവൊന്നും പറയരുത്. മുത്തപ്പൻ്റെ നടയിൽ പോയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സുഖമില്ലാന്നേ. മല ഇറങ്ങുന്ന വിശേഷങ്ങളായിട്ട് അടുത്ത വ്ലോഗിൽ കാണാവേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.